സോളമൻ ദ്വീപുകളിൽ സുരക്ഷ ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയ. ഇതിന്റെ ഭാഗമായി ദ്വീപുകളിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കുമെന്നും $190 മില്യൺ ധനസഹായം നൽകുമെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പറഞ്ഞു. ധനസഹായത്തോടൊപ്പം സേനയ്ക്ക് ആവശ്യമായ പരിശീലനവും അടിസ്ഥാന സൗകര്യങ്ങളും നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. സോളമൻ ദ്വീപുകളിലെ ചൈനീസ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഓസ്ട്രേലിയയുടെ തന്ത്രപരമായ നീക്കം. ചിലിയൻ തലസ്ഥാനമായ സാന്റിയാഗോയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഉഷ്ണാഘാതം നേരിടുന്നതിനായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സർക്കാർ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സമീപ വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന താപനിലയാണ് സാന്റിയാഗോ നേരിടുന്നത്. കാട്ടുതീ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ആൻഡ്രസ് മൊൻകാഡ അറിയിച്ചു. ചൈനീസ് ഭരണത്തിന് കീഴിൽ വന്നതിന്റെ 25ാം വാർഷികം ആഘോഷിച്ച് മക്കാവു 1999 ഡിസംബർ 20-നാണ് പോർച്ചുഗീസ് തങ്ങളുടെ കോളനിയായിരുന്ന മക്കാവു ചൈനയ്ക്ക് കൈമാറിയത്. ചൈനയുടെ ചീഫ് എക്സിക്യൂട്ടീവ് സാം ഹൌ ഫൈ മക്കാവുവിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ബുധനാഴ്ച മക്കാവുവിൽ എത്തിയിരുന്നു. യമനിൽ നടന്ന ഇസ്രായേലി ആക്രമണങ്ങളിൽ 9 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. സേനയുടെ 2 പ്രധാന വൈദ്യുത നിലയങ്ങളും പ്രധാന തുറമുഖവും എണ്ണശാലയും ഉൾപ്പെടെ 2 പ്രധാന പവർ സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെട്ടതായാണ് റിപ്പോർട്ട്. യമന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള സൈനിക കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേലി സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു. ഇസ്രായേലി ആക്രമണങ്ങളെ ഹൂതിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ മുഹമ്മദ് അൽ ഹൂതി അപലപിച്ചു. ഗാസയ്ക്കുള്ള പിന്തുണ തുടരുന്നതിൽ നിന്ന് ഹൂതികളെ തടയില്ലെന്നും ഇസ്രായേലിനെതിരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.